ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പം എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ മറ്റൊരു ഡീ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ എക്സ്റൈസിനെ എടുത്തുകൊണ്ട് നേരെ ആറ്റുകൾ DIA ഷോറൂമിലോട്ട് പോവാണ്. എന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്താലും നിങ്ങൾ ഷോറൂമിൽ പോകുന്നതാണ് കാരണം കേട്ടോ. അപ്പം ഇത്തവണ നമ്മൾ പോകുന്നത് സെക്കൻഡ് സർവീസിനാണ്. വണ്ടി സെക്കൻഡ് സർവീസ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ വണ്ടി 6757 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സർവീസിനുള്ള ടൈം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു സർവീസിന് നമ്മൾ ഓയിൽ ചേഞ്ച് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര അത്യാവശ്യപ്പെട്ട് നമ്മൾ ഈ ഒരു സർവീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ HRC ക്ലബിൻ്റെ അപ്പോൾ കൊളുക്കുമലയിലേക്ക് ഒരു ഓഫ് റോഡ് ട്രയൽസ് പോകുന്നുണ്ട്. 10-60 ബൈക്കുകളുണ്ട്. അതിൽ നമ്മുടെ എക്സ്റൈസും കൂടെ മികച്ച് നിൽക്കണമെന്നുള്ള രീതിയിലാണ് ഇന്ന് തന്നെ കൊണ്ടുപോയി സർവീസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ വണ്ടിയുടെ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ വണ്ടിയുടെ ബെയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ വണ്ടിയുടെ ചെറുതായിട്ടൊരു ചാട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണം. എല്ലാം ഞാൻ നേരെ ഷോറൂമിൽ പോയിട്ട് ചെക്ക് ചെയ്ത് വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് ഇറക്കുന്നതാണ്. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. സർവീസ് കോസ്റ്റും അതിൻ്റെ സർവീസിൽ എന്തൊക്കെയാണ് മാറ്റുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സ്പൾസ് അല്ലെങ്കിൽ എക്സ്പൾസ് റാലി പ്രോയൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞ് ഐഡിയ ആയിട്ട് കേട്ടോ. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇതിനോടകം തന്നെ യൂട്യൂബിൽ ഈ ഒരു എക്സ്പൾസ് റാലി പ്രോയുടെ സെക്കൻഡ് സർവീസും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കൂടെ. ഓക്കെ, സമയം 7:50 ആയിട്ടുണ്ട്. 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തുന്നതാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി കാണിക്കുന്നത് കേട്ടോ. ആവേശ സിനിമയെ കണ്ട് ആവേശം മൂത്തിരിക്കുന്ന ഏതെങ്കിലും മച്ചാന്മാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമായി മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് നേരെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സർവീസൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് മാറ്റുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. വണ്ടി ഇപ്പോൾ എനിക്ക് അല്ലാതെ വേറെ കംപ്ലൈൻറ്റ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല. നോർമൽ ഒരു എക്സ്പൾസിന് വരുന്ന അല്ലെങ്കിൽ വേറെ ബൈക്കുകൾക്ക് വരുന്ന മറ്റ് കോമൺ കംപ്ലയിൻസ് ഒന്നും ഇതിന് എനിക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഷാഫ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ വാറണ്ടിയിൽ ആ ഒരു ഷാഫ്റ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. പിന്നെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് ഒഴിച്ച് മറ്റെന്ത് വർക്ക് ഇതിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ വലിയ ചെറിയ മെയിൻ്റനൻസിൽ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു വലിയൊരു ഘടകം കേട്ടോ. അപ്പം നേരെ നമുക്ക് ഷോറൂം എത്തിയിട്ട് ബാക്കി പരിപാടി നോക്കാം. മോനെ നമ്മുടെ DIA ഷോറൂം എത്തിയിരിക്കുകയാണ് മച്ചാമാരെ. നമുക്ക് നേരെ ഷോറൂമിലോട്ട് കയറാം കേട്ടോ. അയ്യോ, രാവിലെ തന്നെ കുറേ വണ്ടികൾ വന്നല്ലോ ഈശ്വര. ഹലോ, സർവീസ് സെക്കൻഡ് സർവീസ് ഇല്ല, അവർ വിളിച്ചില്ല. ഉണ്ടെങ്കിൽ മാറ്റാം. അങ്ങനെ കേസ് നമ്മുടെ ബൈക്കിൻ്റെ രണ്ടാമത്തെ സർവീസിന് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഓയിലൊക്കെ ഇപ്പോൾ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ ഒരു കുട്ടി സ്പ്രോക്കറ്റും കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഷാഫ്റ്റിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഒന്ന് ഓർഡർ ചെയ്തിരുന്നതാണ് കഴിഞ്ഞ സർവീസിന് വന്നപ്പോൾ. ഇപ്പം അതും കൂടെ ഇളക്കി നമ്മൾ അതും കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പം കിടക്കുന്നത് വേറെ നമ്മുടെ റോളോൻ്റെ ചെയിനും സ്പ്രോക്കറ്റുമാണ്. അപ്പോൾ ഈ ഒരു കുട്ടി സ്പ്രോക്കറ്റും കൂടെ മാറിക്കഴിഞ്ഞാൽ അതും കൂടെ അങ്ങ് സെറ്റാവും. ഇപ്പോൾ വണ്ടിയുടെ ഓയിലൊക്കെ നമ്മൾ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എയർ എഞ്ചിൻ കേസൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ വരുന്ന ഈ ഒരു ഗ്യാസ്കറ്റൊക്കെ നമ്മൾ റിമൂവ് ആക്കി എല്ലാം പുതിയതാണ് എടുത്തത്. ഇതിന് വേറെ നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കേസ് ഇളക്കിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളത് ഇളക്കി സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇളക്കി ഫുള്ള് ഡ്രെയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബൈക്കിൽ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഹീറോയുടെ എഞ്ചിൻ ഓയിൽ തന്നെയാണ് കേട്ടോ. ഹീറോ എക്സോട്ടിക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. 10W30 ആണ്. 1.25 ലിറ്ററാണ് ഈ ഒരു ഓയിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ എക്സ്പൾസിന് വേണ്ടി. ഇത് എക്സ്പൾസിന് മാത്രം വരുന്നില്ലേ, വേറെ വണ്ടികളിലാണ്? അത് റാലിക്ക് വരുന്നതാണോ? 4Wക്ക് മാത്രം വരും. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ 4Wക്ക് മാത്രം വരുന്ന ഓയിലാണ് കേട്ടോ. ഇതാണ് ഞാൻ ഷോറൂമിൽ നിന്ന് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഈ ഒരു ഓയിലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1200 1.25 ലിറ്ററിന് വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു വാഷർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രെയിൻ ബോൾട്ടിൻ്റെ വാഷറാണ് കേട്ടോ. നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് സ്വന്തമായിട്ട് സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട് മാറണം. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതൊക്കെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കുള്ള ലീക്കൊക്കെ വന്ന് അത് വലിയ വലിയ പ്രശ്നങ്ങളാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കാലിബറൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് അതുപോലെ റിയറും കൂടെ നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പം പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മളും ചെക്ക് ചെയ്യുക. കറക്റ്റ് ഇൻ്റർവെല്ലും ചെക്ക് ചെയ്ത് അതിലൊക്കെ ഗ്രീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മളെ യാത്രകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ബൈക്കിൻ്റെ എയർ ഫിൽറ്ററാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് അഴുക്കേ ഉള്ളൂ. അടുത്ത സർവീസിന് മാറിയാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അകത്തുള്ള അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത്രയും വലിയ എയർ ബോക്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു എക്സ്പൾസ് റാലിക്ക് വരുന്നത്. ഭയങ്കര സൈസാണ്.
ഇന്നത്തെ നമ്മുടെ സർവീസിൽ വണ്ടിയിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസാണ് ഇപ്പോൾ ചെയ്തത്. അതിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ 2 ബ്രേക്ക് പാഡ്സ് ഒക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് ഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ അതും ഇളക്കി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പാർക്കിളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് വണ്ടി അടിപൊളിയായിട്ടൊക്കെ വാഷ് ചെയ്തു. പിന്നെ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് എനിക്ക് ഫീൽ ചെയ്തതായിട്ട് തോന്നിയത് നമ്മുടെ വണ്ടിയുടെ ബെയറിംഗ് കുറച്ച് ടൈറ്റ് ആയത്, അതായത് ഹാൻഡിലിംഗ് കുറച്ച് ടൈറ്റ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഇളക്കി അത് പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വണ്ടി ഇപ്പോൾ ഉഷാറായി. എനിക്ക് സർവീസിൻ്റെ ബില്ല് ടോട്ടൽ കോസ്റ്റ് ആയത് ഏകദേശം 1700 രൂപയ്ക്ക് അകത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഹിമാലയൻ മുസ സൈനിങ് ഓഫ്. ബൈ. അപ്പോൾ അടിപൊളി അല്ലേ? അടിപൊളി.